നിയമസഭയുടെ മൂന്നാം ദിനത്തിലും പ്രതിപക്ഷം കത്തിക്കയറുകയാണ്. വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ തുടങ്ങി കൊടും ക്രിമിനലുകൾക്ക് പരോൾ നൽകുന്ന വിഷയത്തിലടക്കം LDF സർക്കാരിനെ പ്രതിപക്ഷം വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പാക്കാൻ സ്പീക്കർക്ക് സാധിച്ചിട്ടേയില്ല. സാധാരണഗതിയിൽ സഭ തുടർച്ചയായി സ്തംഭിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മറ്റ് ഘടകകക്ഷികളെയും ചേംബറിലേക്ക് വിളിച്ചു വരുത്തി അനുനയന ശ്രമങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം സ്പീക്കർ ഷംസീറിനുണ്ട്. എന്നാൽ സ്പീക്കർക്ക് ഈ നടക്കുന്നതൊന്നും അത്ര വലിയ കാര്യങ്ങളെയല്ല. സഭ സുഗമമാക്കേണ്ടത് സ്പീക്കറാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓർമ്മിപ്പിച്ചതാണ്. എന്നാൽ അതിനു മാത്രം സഭയിൽ എന്ത് വിഷയമാണെന്ന് സ്പീക്കർ ഷംസീർ ചോദിച്ചിരുന്നു. എന്നാൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നടന്ന സംഭവ വികാസങ്ങളോടെ ഈ വാക്കുകൾ ഇപ്പോൾ പിൻവലിക്കേണ്ട ഗതിയിലേക്കാണ് സ്പീക്കർ ഷംസീർ എത്തി നിൽക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി അഗ്രസീവായിട്ടാണ് 2 ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ പെരുമാറിയത്. സ്വന്തം ഇരിപ്പിടം വിട്ട് UDF MLA-മാർ നടുത്തളത്തിലിറങ്ങിയാണ് സഭ സ്തംഭിപ്പിച്ചത്. ഇതോടെ സ്പീക്കർ ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് ഈ നിയമസഭയുടെ അവസാന സെഷനാണ്. വൈകാതെ സഭ എന്നേക്കുമായി പിരിയും. പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ദിനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ ഡയസിലേക്ക് ചാടി കയറിയത് അൻവർ സാദത്ത് MLA ആണെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുസ്ലിം ലീഗ് MLA PK ബഷീർ ആയിരുന്നു. നമുക്കറിയാം, സഭയിൽ സരസമായി സംസാരിക്കുന്ന വ്യക്തിയാണ് ബഷീർ. എന്നാൽ പ്രതിഷേധം കനത്തപ്പോൾ പതിവ് ചിരിപ്പരിപാടി നിർത്തി ഡയസിലേക്ക് ചാടിക്കയറി ബഷീർ. പിന്നാലെ സ്പീക്കറുടെ ഇടതുവശത്തായി ഇരിപ്പുറപ്പിച്ചു. മറ്റ് UDF MLA-മാർ നടുത്തളത്തിൽ കലാപം തീർത്തപ്പോഴാണ് ചാടിക്കയറി ബഷീർ MLA സ്പീക്കറുടെ ചെയറിനടുത്തായി ഇരുന്ന് പ്രതിഷേധിച്ചത്. സഭയിൽ നടക്കുന്നത് വെറും സാധാരണ സംഭവ വികാസങ്ങളാണെന്ന് പറഞ്ഞ സ്പീക്കർ ഷംസീർ ഇതോടെ പതിവ് പല്ലവി മാറ്റി അസാധാരണ നീക്കങ്ങളാണിതെന്ന് സമ്മതിക്കുകയും ചെയ്തു. PK ബഷീറിൻ്റെയും UDF പ്രതിഷേധത്തിൻ്റെയും വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം.